ഹലോ, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ കമ്മൽ കണ്ട ഇത് എങ്ങനെ ഉണ്ടാക്കാൻ നമുക്കൊന്ന് നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം എടുക്കുന്നത് റൗണ്ട് ബീഡ് ആട്ടാ. ഈ റൗണ്ട് ബീഡ് ഇങ്ങനെ ഒരു OHP ഷീറ്റിൽ ഒട്ടിച്ചു കൊടുത്തു പശ വെച്ചിട്ട്. ഞാൻ ചുറ്റും ഇങ്ങനെ ഈ ത്രികോണം എന്നിരിക്കുന്ന ഈ സ്റ്റോണില്ലേ അത് ഒട്ടിച്ചു കൊടുക്കട്ടാ. കുന്നൻ സ്റ്റോൺ എന്നാണ് ഇത് പേരും തോന്നുന്നത്. രാധക്കുട്ടിയുടെ ടീച്ചർക്ക് വേണ്ടിയിട്ടാ. സ്കൂൾ തുറക്കുന്നത് പ്രമാണിച്ചിട്ട് ഫ്രണ്ട്സിന് ഗിഫ്റ്റ് കൊടുക്കണം എന്ന് പറഞ്ഞു. ഞാൻ ആദ്യം ഗേൾസിനുള്ള ബ്രേസ്ലെറ്റ് ഉണ്ടാക്കി. അപ്പൊ അത് കഴിഞ്ഞപ്പോൾ ബോയ്സിന് വേണമെന്ന് പറഞ്ഞ് ബോയ്സിനുള്ള ബ്രേസ്ലെറ്റ് ഉണ്ടാക്കി. അതിന്റെ രണ്ടിന്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ കാണാത്തവര് ഒന്ന് കാണാട്ടാ. താഴെയുള്ള പ്ലേ ബട്ടണിൽ ഒന്ന് ഞെക്കിയാൽ മതി, ഞാൻ ലിങ്ക് കൊടുക്കാട്ടാ. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ഒട്ടിച്ചെടുത്ത ത്രികോണം സ്റ്റോണിന്റെ ചുറ്റിന് 2 ലെയർ ചെയിൻ സ്റ്റോൺ ഒട്ടിച്ചു കൊടുത്തു. അപ്പൊ അതിന്റെ സെക്കൻഡ് ലെയർ ഹാഫ് പോർഷൻ ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളൂ. ബാക്കി ഹാഫ് പോർഷനിൽ നമ്മൾ ഈ മഴത്തുള്ളിയുടെ ഷേപ്പിലുള്ള ബീഡ്സ് അല്ല സ്റ്റോൺ അത് ഒട്ടിച്ചു കൊടുക്കാട്ടാ. അപ്പൊ എനിക്ക് ഈ കമ്മലിനെ കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല. ഞാൻ യൂട്യൂബിൽ വീഡിയോസ് ഒക്കെ കുറെ കണ്ടപ്പോൾ ഫസ്റ്റ് ടൈം ആയിട്ട് ഉണ്ടാക്കി കൊടുത്തതാ. എങ്ങനെയുണ്ടാവും എനിക്കറിയില്ല, നിങ്ങൾ അഭിപ്രായം പറയാട്ടോ, ഇഷ്ടമായോ ഇല്ല എന്നുള്ളത്. ഫസ്റ്റ് ടൈം ട്രയൽ ആണല്ലോ, അപ്പൊ തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കാം. പറഞ്ഞ് കമ്മലിന്റെ സ്റ്റഡ് പൂർത്തിയുണ്ട് ഏകദേശം. ഇനി ഞാലിയുടെ പണിയുള്ളത്. ഞാലിക്ക് വീണ്ടും ഈ റൗണ്ട് ബീഡ് എടുത്തു, ഒരെണ്ണം സെന്ററിൽ കൊടുത്തു, ചുറ്റും ഒരു പൂ പോലെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തു, ഒരു 5-6 അതിന് ചുറ്റും വീണ്ടും പശ തേച്ചിട്ട് വീണ്ടും ചെയിൻ സ്റ്റോൺ ഒട്ടിച്ചു കൊടുക്കാണ്. അതിന് അങ്ങനെ 2 റൗണ്ട് ചെയിൻ സ്റ്റോൺ ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് ഇതാ ഈ കാണുന്ന ഷേപ്പിൽ ഞാൻ ഈ മഴത്തുള്ളിയുടെ ഷേപ്പുള്ള ബീഡ്സ് ഒട്ടിച്ചു കൊടുക്കട്ടാ. ഇതിനെയും കുന്നൻ സ്റ്റോൺ ആണോ വിളിക്കാന്ന് എനിക്കറിയില്ല. അറിയണവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. ഈ സ്റ്റോണിന്റെ പേരെന്താന്ന് എനിക്കറിയില്ല. ഫെജിയിൽ കണ്ടപ്പോൾ ഞാൻ ഇഷ്ടമായിട്ട് എടുത്തതാ, എനിക്ക് കൂടുതൽ അറിയില്ല. ഇനി അതിന്റെ മുകളിൽ വീണ്ടും ഇതപ്പോ ഈ സ്ട്രക്ചർ പൂർത്തിയല്ലോ, അതിന്റെ മുകളിൽ ഞാൻ വീണ്ടും ഈ ത്രികോണം എന്നുള്ള സ്റ്റോൺ ഒട്ടിച്ചു കൊടുക്കട്ടാ. അതെ, ഞാൻ നല്ല സങ്കടത്തിലാട്ടാ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാ, നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയിട്ട് പറയാനും ഒരു ഹാർട്ട് തന്നാലും മതിയെന്നേ. എന്നല്ലേ മുന്നോട്ട് പോകാനുള്ള പ്രചോദനം കിട്ടുള്ളൂ. അപ്പൊ ഇഷ്ടമെങ്കിൽ അത് ലൈക്ക് ചെയ്യണം, പിന്നെ കമന്റ് ചെയ്യാൻ മറക്കല്ലേട്ടോ. ഒരു ഹാർട്ട് അത്രയായാലും മതിട്ടാ. ഇപ്പൊ കമ്മൽ എങ്ങനെ ഉണ്ടാക്കുന്ന ഡിസൈൻ ഒരു പിടിപാടില്ലാത്ത കാരണം ഞാൻ ഒരു 3-4 മണിക്കൂർ ഇരുന്നിട്ടാ ഇതൊന്ന് സെറ്റ് ചെയ്തെടുത്ത ഡിസൈൻ. അപ്പൊ നമ്മൾ ഇതൊക്കെ ഒട്ടിച്ചു കൊടുക്കുന്നത് OHP ഷീറ്റിലാണല്ലോ. അങ്ങനെ സ്റ്റഡും കംപ്ലീറ്റ് ആയി, ഞാലും കംപ്ലീറ്റ് ആയി ഏകദേശം. അത് കഴിഞ്ഞിട്ട് എന്താ, നമ്മൾ ഇത് അറ്റാച്ച് ചെയ്യാനായിട്ട് സ്റ്റഡും ഞാലും കൂടി അറ്റാച്ച് ചെയ്യാനായിട്ട് അറ്റം വളഞ്ഞിരിക്കുന്ന ഒരു ഹുക്കില് അങ്ങനെ പിന്നെ 2 സംഭവം തമ്മിൽ ഒട്ടിച്ചു കൊടുത്തു, ഞാലിയുടെ പോർഷനിലും സ്റ്റഡിന്റെ പോർഷനിലും. എന്നിട്ട് ഒരു വട്ടക്കണ്ണി എടുത്തിട്ട് രണ്ടും കൂടി കണക്ട് ചെയ്തു. പിന്നെ ഞാൻ ചെയ്തത് ഏർപ്പാട് എന്താ വെച്ചാലേ, OHP ഷീറ്റ് ഒരു പ്ലാസ്റ്റിക് പോലെയുള്ളത്, അത് കാതിൽ എത്തിട്ടുമ്പോൾ നമുക്കൊരു സുഖം ഉണ്ടാവില്ലല്ലോ. അപ്പൊ എന്റെ കയ്യിലിരിക്കുന്ന ഒരു തുണിമയൊക്കെ വെക്കുന്ന ക്യാൻവാസിന്റെ പീസ് ഏകദേശം ഒരു ഷേപ്പിൽ മുറിച്ചെടുത്ത് അത് ഒട്ടിച്ചു കൊടുത്തു. ഇനി കമ്മല് നമുക്ക് കാതിൽ വെക്കാനായിട്ട് അതിന്റെ ഒരു ആണിയും കൂടി ഒട്ടിച്ചു കൊടുത്തു. എല്ലാം കഴിഞ്ഞപ്പോ ഞാൻ ഒരു പണിയും കൂടി ഒപ്പിച്ചു വെച്ചു. ഗോൾഡൻ പെയിന്റ് ഇതിന്റെ ബാക്കിൽ അടിച്ചു കൊടുത്തു. ഈ ബാക്കിൽ ഇങ്ങനെ ഈ വൈറ്റ് കളർ കാണുന്നതുകൊണ്ട് ഒരു സുഖമില്ല. അപ്പോൾ കമ്മലിന്റെ ഫൈനൽ ലുക്ക് കണ്ടിട്ട് ഇഷ്ടമായി ആരും മറക്കാണ്ട് ലൈക്ക് ചെയ്തോളോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അങ്ങനെ പണിയൊക്കെ കഴിഞ്ഞു. ഞാൻ ഈ കമ്മലൊന്ന് ഇട്ട് നോക്കിയപ്പോ കൊള്ളാല്ലേ, നല്ല രസമുണ്ട്. ചാഞ്ഞും ചെരിഞ്ഞൊക്കെ നോക്കുമ്പോ കൊള്ളാം. വലിപ്പം കുറച്ച് കൂടിപ്പോയില്ലേ എന്നൊരു സംശയമുണ്ട്. ഞാനിത് നെറ്റിച്ചുട്ടി പോലെയൊക്കെ വെച്ച് നോക്കി, അങ്ങനെയും കൊള്ളാട്ടാ. കമ്മലൊക്കെ ഉണങ്ങി സെറ്റ് ആയ ശേഷം ഞാൻ പിറ്റേ ദിവസം വീണ്ടും 2 കമ്മലും കൂടി ഇട്ട് നോക്കാം. വലിപ്പം കുറച്ച് കൂടുതലാണ്, എന്നാലും അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പൊ അത്രയുള്ള വിശേഷങ്ങൾ. ടാറ്റാ, ബൈ ബൈ.